എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ക്യാരറ്റ് റൈസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ എടുത്തേക്കുന്ന അരി ഇഡ്ഡലി റൈസാണ്. ഇഡ്ഡലി റൈസും ജീര റൈസും കൂടെ ഒരു സ്ഥലത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും ഞാൻ എടുത്തത് ഇഡ്ഡലി റൈസായിപ്പോയി. ഇതൊന്നും ഞാനിപ്പോൾ അറിയുന്നില്ല. ഗ്ലാസ്സിലോട്ട് എടുത്തിട്ടപ്പോഴാണ് എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്തായാലും പറഞ്ഞു ചിരിക്കാൻ അപ്പോൾ അടുത്ത ആരും ഉണ്ടായിരുന്നില്ല. എന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ അറിയിച്ചതായാന്ന്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിച്ചോ. അങ്ങനെ ഞാൻ അരിയെല്ലാം മാറ്റിയിട്ട് പിന്നെ ഞാൻ പോയി ജീര റൈസൊക്കെ എടുത്താണ് പിന്നെ ഞാൻ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് റൈസിനുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ച് ഞാൻ ദേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. ഇത് എണീക്കുമ്പോഴേ കുടിക്കുന്നതാണ്. ഇന്നിപ്പം ലഞ്ച് ഉണ്ടാക്കാനുള്ള തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം കുടിക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്നിട്ട് എൻ്റെ ബാക്കി പണിയിലേക്ക് കടന്നു. ഇതെൻ്റെ കുഞ്ഞ് കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഞാൻ ഐക്യയിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കുഞ്ഞതാണ്. നമ്മുടെ വലിയ കട്ടിംഗ് ബോർഡിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ നമുക്കതിൽ കട്ട് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. അത് കിട്ടിയതിൽ പിന്നെ ഞാനിപ്പം ചെറിയ ഐറ്റംസൊക്കെ ഞാൻ ഇതിലാണ് കട്ട് ചെയ്യുന്നത്. സാധാരണ ഞാൻ കൈവച്ച് തന്നെയാണ് കട്ട് ചെയ്യാറ്. കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ എനിക്കതിനോടൊരു ഇഷ്ടം തോന്നി. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ ഇന്നലെ തിരുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടെ സമയം ലാഭിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കട്ടെ. അപ്പോൾ എൻ്റെ ദോശമാവൊക്കെ ദേ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു അടുപ്പിൽ മോന് വേണ്ടിയിട്ടുള്ള പാലും എനിക്ക് ചായയ്ക്കും ഉള്ളത് വച്ചിട്ടുണ്ട്. പിന്നെ അതേ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് ഓയിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്യാം. ഇനി അല്ല നമുക്ക് ഇതുപോലെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതും നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആദ്യത്തെ ദോശ പരത്തിയത് അങ്ങോട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആവാത്തതിൻ്റെ ഒരു മുഖഭാവമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. നമ്മൾ ആദ്യം ആ ഓയിൽ സ്പ്രേ ചെയ്തതുകൊണ്ട് അത് കറക്റ്റ് റൗണ്ടിന് വന്നില്ല. ചെറിയൊരു ഭൂപടത്തിൻ്റെ ഒരു ചായ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, തിന്നാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദോശ തൊട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ നെയ്യാണ് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിക്കാറ്. അപ്പം നെയ്യിൻ്റെ ഇത് തീർന്നിരിക്കരുത്. ഞാൻ പെട്ടെന്ന്, എനിക്ക് സമയമില്ല, ഞാൻ പെട്ടെന്ന് അതിനകത്തോട്ട് ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ദോശ ചുടുമായിരുന്നു. കാരണം കല്ല് പെട്ടെന്ന് ചൂടാവും. മറ്റേ വലിയ സ്റ്റൗവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ശടപടി എന്നായിരുന്നു.
ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. പക്ഷെ ആസ്വദിച്ച് ചായ കുടിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദോശ അവിടെ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ആസ്വദിച്ചുള്ള ചായ കുടിക്കൊക്കെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഓട്ടത്തിൻ്റെ ഇടയിൽ ചായ കുടിക്കൊക്കെ നടക്കുകയുള്ളൂ. ഇനി സ്കൂളില്ലാത്ത ദിവസം മാത്രമേ എനിക്കിതിന് പറ്റുള്ളൂ. അപ്പം മോന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുട്ടി ദോശ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് അവന് എടുത്ത് കഴിക്കാനും എളുപ്പമാണ്. അവന് കാണുമ്പോൾ കുറച്ചേ ഉള്ളതുപോലെ തോന്നും. അല്ല, ഒരു ദോശ ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഒരു 4-5 ദോശ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫീലാണ് അവന് വരാറ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുട്ടി ദോശ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് ഒരെണ്ണം മാത്രം നമ്മുടെ പാനിൽ നിന്നങ്ങോട്ട് സ്പൂണിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ സ്പൂണിലോട്ട് ആക്കി ഞാൻ തിരിച്ച് അങ്ങിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ ക്യാരറ്റ് റൈസും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കുക്കുംബർ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ ഇവിടെ സ്നാക്സ് ബോക്സും റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് വാട്ടർമെലനാണ് കൊടുത്തു വിടുന്നത്. ഇത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് വാട്ടർമെലൻ തന്നെ വേണമെന്ന്. അപ്പം ദേ അതും റെഡിയാക്കി, ലഞ്ച് ബോക്സും റെഡിയാക്കി, വാട്ടർ ബോട്ടിലും ഒക്കെ റെഡിയാക്കി. ഇനി നമുക്ക് അടുത്ത അംഗത്തിലോട്ട് കിടക്കാം. അടുത്ത അംഗം എന്ന് പറയുന്നത് അവനെ ഉണർത്തുക എന്നുള്ളതാണ്. ദർശു, സ്കൂളിൽ പോണ്ടേ? എനിക്ക് സ്കൂളിൽ പോണ്ടേ? ഡേ ദർശക്കുട്ടാ, എണീരേ. ലച്ചു, വാ നമുക്ക് സ്കൂളിൽ പോണ്ടേ? ഇപ്പൊ ആണ്, പിന്നെ അല്ല, ഇപ്പോഴാണ് പോകുന്നത്. വാ എണീര്, നമുക്ക് ബ്രഷ് ചെയ്യാം. വാ, മതി ഉറങ്ങിയത്. വാ, ഇനി നമുക്ക് വന്നിട്ട് ഉറങ്ങാലോ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ ദർശുണ്ട? അയ്യോ, പുതിയ സ്കൂളിൽ പോവാണോ? വാ എനിക്കടി, വായോ, വാ. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ രാവിലെ തിരക്കിൽ പാൻറ്റും ഷർട്ടും ഒക്കെ തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ്. അവർ ഇൻഫോം ചെയ്യുന്നത് വരെ നമുക്ക് കളർ ഡ്രസ്സ് തന്നെ ഇടാം. അതൊക്കെ അവർ ഇൻഫോം ചെയ്തതിന് ശേഷം യൂണിഫോം ഇട്ടാൽ മതി. അപ്പം ഒരാളിവിടെ സുന്ദരനായിട്ട് ഒരുങ്ങി ഇരിപ്പുണ്ട്. സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. എന്താ പറയാനുള്ളത്? ഒന്നും പറയണ്ടേ? അങ്ങനെ സ്കൂളിൽ പോകാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചതേ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ രാവിലെ നമ്മൾ കൊണ്ടാക്കണം. 3 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. വരുന്നത് സ്കൂൾ ബസ്സിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ കോമ്പൗണ്ടിനകത്തുള്ള സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.